ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നംകുളത്തുള്ള ഒരു പെറ്റ്സിൻ്റെ ഷോപ്പിലാണ്. ഇവിടെ ഫിഷ് ഉണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്, അങ്ങനെ ഒത്തിരി ഡോഗൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ മീൻകുട്ടീനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അന്ന് വാങ്ങിക്കാൻ വന്നതിൻ്റെ അന്ന് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമ്മൾ ചോദിച്ചു നോക്കാമെന്നുള്ളൊരു രീതിയിലാണ് പോയത്. മീൻ വാങ്ങിക്കുമെന്ന് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മീൻകുട്ടിയുടെ ആ ബോട്ടിലിൻ്റെ ഉള്ളിൽ കുറച്ച് കല്ല് മേടിച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിവിടെ വന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ എടുക്കാമെന്ന്. ഒത്തിരി നല്ല ഭംഗിയുള്ള മീനുകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ആ കളറുള്ള മീനായിരുന്നു മേടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനത്തെ മീനാവുമ്പോൾ അതിൻ്റെ ഓക്സിജൻ മോട്ടറൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കത് പറ്റാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഫൈറ്ററേനാണ് മേടിച്ചത്. അതാവുമ്പോൾ ഓക്സിജനൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് തന്നെ ബോട്ടിലും എല്ലാം വാങ്ങിച്ചായിരുന്നു. നമ്മൾ ഇങ്ങനത്തെ കളറുള്ള കല്ല് മേടിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കല്ല് മേടിക്കാൻ വേണ്ടി പോയതാണ്. മീനുള്ള ഫുഡും എല്ലാം അവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഫുഡ് അന്നേ വാങ്ങിച്ചായിരുന്നു, പക്ഷേ ഈ കല്ല് മേടിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നോക്കുന്ന സമയത്ത് ഒരു മീനിൻ്റെ അടുത്ത് ചുമ്മാ അങ്ങനെ കൈ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ആ മീൻ എന്തോ കൊത്തി പിടിക്കാൻ വരുന്ന പോലത്തെ സംഭവം കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ മീൻ ശരിക്കും കടിക്കാൻ വരുന്ന പോലെ തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനെയുള്ളവരെയൊക്കെ ആയിരുന്നു മേടിച്ച് കൊണ്ടുപോകേണ്ടിയിരുന്നത്. പക്ഷേ ഇതിനും ഓക്സിജൻ മോട്ടറും കാര്യങ്ങളും അതുമാതിരി തന്നെ വലിയ ടാങ്കൊക്കെ വേണമായിരുന്നു. പിന്നെ ആ മീനിന് റേറ്റും ഉണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നിട്ട് അതിൻ്റെ കൂടെ സമയം ചിലവഴിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ട് ആക്ഷൻ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താ പ്രതികരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഞാനൊരു ചായ മേടിച്ചു. ശങ്കരേട്ടൻ സർവത്താണ് കുടിക്കാറ്. ഞാൻ അങ്ങനെ പോയി കഴിഞ്ഞാൽ സർവത്ത് അങ്ങനത്തെ സംഭവങ്ങൾ കഴിക്കാറില്ല, കാരണം കുടിച്ചാലും തീരില്ല. ചായ ആകുമ്പോൾ അത് പെട്ടെന്ന് തീരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചായയാണ് കുടിക്കുക. അങ്ങനെ നമ്മൾ നമ്മുടെ മീൻകുട്ടിക്ക് ഇതാ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞൊരു ബോട്ടിലാണ് കേട്ടോ. അത് കുളത്തിടാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ബോട്ടിലാണ്. പക്ഷെ ഞാൻ കുളത്തിടാറില്ല. മുറുക്ക മൂടി വെക്കാറുമില്ല. മൂടിയുടെ മുകളിൽ ഹോളൊക്കെ ഉണ്ട് കേട്ടോ, ആൾക്ക് ആവശ്യമുള്ള ശ്വാസമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പെറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ലവ് ബേർഡ്സിനെയും ഫിഷിനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതായിരുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.